ഗായ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രണ്ട് പ്രധാനപ്പെട്ട സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, ശനിയാഴ്ചകളുടെ പ്രവൃത്തി ദിവസത്തെ പറ്റിയും രണ്ട്, സമയം കുറക്കുന്നതിനെ പറ്റിയുമാണ്. സത്യം പറയുകയാണെങ്കിൽ സർക്കാരിന് തിരിച്ചടിയായി ഹൈക്കോടതി വിധികൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രാധാന്യമായിട്ട് നമ്മൾ കാണേണ്ടത്. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നമുക്ക് പറയാം. കേരള ഹൈക്കോടതിയുണ്ട് ഈ ഒരു കൊല്ലം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സർക്കാർ എടുത്ത തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് സ്കൂളിൻ്റെ ഈ ഒരു അക്കാഡമിക് കലണ്ടറിൽ കൊണ്ടുവരണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി പുറത്തേക്ക് വിടുകയാണ്. തീർച്ചയായിട്ടും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഹാപ്പി ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഈ ഒരു ഹാപ്പി ന്യൂസിലേക്ക് കിടക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ നിങ്ങൾ ഒരു SSLC സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ +1 സ്റ്റുഡൻറ്റോ ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ മുമ്പിൽ ഓണപ്പരീക്ഷയുണ്ടല്ലോ, സെപ്റ്റംബർ 2-നും സെപ്റ്റംബർ 4-നുമായിട്ട്. ഈ ഓണപ്പരീക്ഷ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ടോപ്പിക്സുകൾ കവർ ചെയ്യാനുണ്ട്, ഒരുപാട് ചാപ്റ്റേഴ്സുകളുണ്ട്. എനിക്കറിയാത്ത സബ്ജക്റ്റ് ആണല്ലോ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നൊക്കെ സങ്കടപ്പെടുന്ന കുട്ടികൾക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഓണപ്പരീക്ഷയ്ക്ക് കാണാൻ പോകുന്ന അതേ ചോദ്യപേപ്പറിലെ അതേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണണോ ചെറുപ്പക്കാരാ? അതിൻ്റെ ഉത്തരങ്ങൾ ഇപ്പോഴേ പഠിച്ചു വെക്കണോ ചെറുപ്പക്കാരി? എങ്കിൽ ചേർന്നോളൂ MS സൊല്യൂഷൻസിൻ്റെ SSLC +1 ഓണം എക്സാം സ്പെഷ്യൽ ബാച്ചിലേക്ക്. സാർ എത്രയാ രൂപ? വലിയ പൈസ ഇതാണെങ്കിൽ ഞാൻ ഇല്ല സാർ. എടാ വലിയ പൈസയൊന്നുമില്ല. SSLC കുട്ടിയാണെങ്കിൽ വെറും 999 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ രണ്ടിൽ ഏത് മൊബൈൽ നമ്പറിലേക്ക് വേണമെങ്കിലും വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ. SSLC ആണെങ്കിൽ വെറും 999 രൂപ മാത്രം. പ്രത്യേകം നോട്ട് ദ പോയിന്റ്, ഓണപരീക്ഷാ പേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നേരത്തെ പഠിക്കാം MS-നൊപ്പം. എന്നെ അറിയുന്ന കുട്ടികൾക്കറിയാം എന്താണ് MS ഉദ്ദേശിക്കുന്നത് എന്ന്. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ +1-ലെ കുട്ടികൾക്ക് 999 അല്ല, പക്ഷെ അവരുടെ റേറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 1499 രൂപക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും CS-ഉം എല്ലാം ലഭിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കാം. ഇത് ഓണപ്പരീക്ഷ കഴിയുന്നത് വരെയല്ല, നിങ്ങൾക്ക് ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് ഈ ഓണപ്പരീക്ഷയുടെ പോർഷൻസ് ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം എന്നുള്ളതാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഓണം എക്സാമിന് ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. റെഡിയല്ലേ ചെറുപ്പക്കാരാ? സോ ചേർന്നോളുക. മൊബൈൽ നമ്പർ ശ്രദ്ധിക്കുക. 7012670055 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ ചെറുപ്പക്കാരി. ഓക്കെ, യെസ്, നമ്മുടെ എന്താ പറയുക, ന്യൂസിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കൂളുകളിൽ ഇനി ശനിയാഴ്ച ക്ലാസ് ഇല്ല. പ്രവൃത്തി ദിവസമാക്കിയ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഹൈക്കോടതി പറഞ്ഞ ന്യൂസ് ഞാൻ ആദ്യം ഒന്ന് വായിക്കട്ടെ കേട്ടോ, നിങ്ങൾ കറക്റ്റ് കേൾക്കണേ. സംസ്ഥാനത്ത് 10ാം ക്ലാസ് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. അധ്യാപക സംഘടനകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജി പരിഗണിച്ചാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ഉത്തരവ്. നിലവിൽ സ്കൂളുകൾക്ക് ശനിയാഴ്ച പ്രവൃത്തി ദിവസമാണ്, എന്നാൽ ഇനി മുതൽ അത് പാടില്ലെന്ന് കോടതി വ്യക്തമാക്കി. പ്രവൃത്തി ദിവസങ്ങളുടെ കാര്യത്തിൽ വിദ്യാഭ്യാസ വിദഗ്ധരും അധ്യാപക സംഘടനകൾ അടക്കമുള്ളവരുമായി ആലോചിച്ച് സർക്കാരിന് ഉചിതമായ തീരുമാനമെടുക്കാമെന്നും കോടതി പറഞ്ഞു. 6 ദിവസ ക്ലാസ്സിലേക്ക് കുട്ടികളെ ഉന്തിത്തള്ളി വിടുന്നതിന് മുൻപ് അവരുടെ മാനസികാരോഗ്യവും പരിശോധിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 43 ശനിയാഴ്ചകൾ ഉള്ളതിൽ 10 രണ്ടാം ശനിയാഴ്ചകൾ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള 33 ശനിയാഴ്ചകളിൽ 25 എണ്ണമാണ് പ്രവൃത്തി ദിവസങ്ങളാക്കിയത്. എന്നാൽ ഇത് അധ്യാപകരോടോ അവരുടെ സംഘടനകളോടോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടോ വിദ്യാർത്ഥികളോടോ ചർച്ച നടത്താതെയാണ് നടപ്പാക്കിയത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നിങ്ങൾ മനസ്സിലാക്കുക, കുട്ടികളോട് ചോദിച്ചിരുന്നോ? കുട്ടികളുടെ രക്ഷിതാക്കളോട് ചോദിച്ചിട്ടുണ്ടോ? അധ്യാപകരോട് ചോദിച്ചിട്ടുണ്ടോ? അധ്യാപക സംഘടനകളോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? എന്തേ നിങ്ങൾ ചോദിച്ചില്ല? ഇവരൊക്കെയാണടാ എൻ്റെ കോടതിയിലേക്ക് കയറി വന്നത് എന്ന് ജസ്റ്റിസ് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കുട്ടികളും രക്ഷിതാക്കളും എന്തിന് അധ്യാപകരടക്കം സർക്കാരിനെതിരെ ഹർജി കൊടുത്തത് കൊണ്ടല്ലേ ഇതൊരു അന്തിമ വിധിയിലേക്ക് എത്തിയത്. കോടതിയുടെ ഉത്തരവാണ് വന്നിരിക്കുന്നത് ചെറുപ്പക്കാരാ. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. കോടതി എന്ത് ചെയ്തു? സർക്കാരിൻ്റെ ഉത്തരവ് റദ്ദാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സർക്കാരിന് എന്താണ് ഇവിടെ പറയാനുള്ളത്? സംസ്ഥാനത്തെ സ്കൂളുകളിൽ 220 പ്രവൃത്തി ദിവസങ്ങളാക്കിയ നടപടിക്കെതിരെ അധ്യാപക സംഘടനകൾ അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. പ്രതിപക്ഷ അധ്യാപക സംഘടനകൾക്ക് പുറമെ CPIയുടെ അധ്യാപക സംഘടനയും പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എത്രയെത്ര ആൾക്കാർ
രാഷ്ട്രീയ കച്ചവടമല്ല SSLCയും +1 +2 ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ജീവിതം എന്ന് പറയുന്നത്. അവർ സ്കൂളുകളിലേക്ക് വരുന്നത് പഠിക്കാനാണ്, അല്ലാതെ ജിമ്മിന് വേണ്ടിയിട്ടല്ല. അവരെന്തല്ല, കൂലിപ്പണിക്കാരല്ല, അവർ നാടിൻ്റെ സ്വത്തുക്കളാണ്, നാടിൻ്റെ ജീവനാണ്. നാടിൻ്റെ ജീവൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണെന്ന് ഇപ്പോഴും മനസ്സിലാവാത്ത തലമുറയോ. അതുകൊണ്ട് ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിവസമാക്കാൻ കഴിയില്ല ചെറുപ്പക്കാരി. എന്തായാലും സർക്കാരിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സ്കൂൾ സമയം 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആക്കിയിരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൽ അതിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി കറക്റ്റ് വായിച്ചാലേ നിങ്ങൾക്ക് ആക്കിയോ ഇല്ലേ എന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. കേട്ടോളൂ. സംസ്ഥാനത്തെ സ്കൂൾ സമയം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആക്കണമെന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ. പഠനത്തിന് മെച്ചപ്പെട്ട സമയം ഇതാണ്. ശേഷം ആവശ്യമനുസരിച്ച് സ്പോർട്സ്, ഗെയിംസ്, യോഗ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എന്നിവയ്ക്ക് ഉപയോഗിക്കാം. ആവശ്യങ്ങൾ പരിഗണിച്ച് സ്കൂളുകൾക്ക് സമയം ക്രമീകരിക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് പ്രൊഫസർ MA ഖാദർ ചെയർമാനായ വിദഗ്ധ സമിതി സമർപ്പിച്ച മികവിനുമായുള്ള വിദ്യാഭ്യാസം എന്ന റിപ്പോർട്ടിലെ 2ാം ഭാഗത്തിൽ അക്കാഡമിക മികവിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. റിപ്പോർട്ടിന്റെ 2ാം ഭാഗം ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. ശുപാർശകൾ ചർച്ചയ്ക്കു ശേഷം സമവായത്തിൽ നടപ്പാക്കാനാണ് മന്ത്രിസഭയിലെ ധാരണ. സമയത്തിനനുസൃതമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് സർക്കാരിനോട് ശുപാർശ ചെയ്തിരിക്കുന്നത്. സർക്കാർ അത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. സർക്കാർ ഇനി എന്തൊക്കെ ചേഞ്ചുകളാണ് സ്കൂളുകളിൽ കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതായത് 8 മുതൽ 1 മണി വരെ സ്കൂൾ സമയം മതിയെന്ന് പറയുന്നു. അതേ കമ്മിറ്റിയിൽ തന്നെ 1 മണിക്ക് ശേഷം സ്പോർട്സിലും ആർട്സിലും ഒക്കെ മികവ് തെളിയിക്കുന്ന പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസുകൾ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു കുട്ടി വൈകുന്നേരം 5 മണിവരെയൊക്കെ പണിയെടുക്കേണ്ടി വരുമോ അറിയില്ല. എന്താണ് ഗവൺമെൻറ് ഇതിലൂടെ നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. മറ്റ് നിർദ്ദേശങ്ങളാണ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. മറ്റ് നിർദ്ദേശങ്ങളെന്ന് പറയുമ്പോൾ സെക്കൻഡറി തലത്തിൽ, അതായത് ഹയർ സെക്കൻഡറിയിൽ 8 മുതൽ 12 വരെ അധ്യാപകർക്ക് മാസ്റ്റേഴ്സ് ബിരുദം യോഗ്യത നൽകണം. PhD തലം വരെ അധ്യാപകരുടെ ഉപരിപഠനം പ്രോത്സാഹിപ്പിക്കണം. ലോവർ പ്രൈമറിക്കും പ്രീ പ്രൈമറിക്കും കുറഞ്ഞ യോഗ്യത ബിരുദമായിരിക്കണം. പഠന പ്രവർത്തനങ്ങളിലൂടെ കുട്ടിയുടെ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വളർച്ച ഉറപ്പാക്കണം. തസ്തികാ നിർണയം പരിഷ്കരിക്കണം. അധ്യാപക സ്ഥലം മാറ്റം, ഓഫീസ് സംവിധാനങ്ങൾ എന്നിവ പരിഷ്കരിക്കണം. നിലവിലെ പാഠപുസ്തക സങ്കല്പങ്ങളിൽ വലിയ മാറ്റങ്ങൾ ആവശ്യമാണ്. ഗ്രേസ് മാർക്ക് നടപടികൾ തുടരാം. മാർക്ക് നൽകുന്ന നിലവിലെ രീതി പരിഷ്കരിക്കണം. പഠന രീതി കുട്ടിയുടെ ചിന്ത വളർത്തുന്നതും ചോദ്യങ്ങൾ ഉയർത്തുന്നതുമായ തലത്തിലാവണം. പ്രീ സ്കൂളിൽ ഒരു ക്ലാസ്സിൽ 25 കുട്ടികൾ മാത്രം. 1 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ പരമാവധി 35 കുട്ടികൾ മാത്രം. ഇങ്ങനെ നോക്കുമ്പോൾ ഹയർ സെക്കൻഡറിയിലും SSLCയിലും ഒക്കെ ഒരു ക്ലാസ് റൂമിൽ 35 കുട്ടികൾ എന്ന് പറയുമ്പോൾ അത് നടപ്പാക്കാൻ ഇനി പറ്റുമോ, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കാണോ ഇത് നടപ്പാക്കാൻ കഴിയുക എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഈ വർഷം തന്നെ SSLCയിലെ ഒരു ക്ലാസ് റൂമിൽ പല ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ, എനിക്കറിയുന്ന സ്കൂളിൽ 60ഓളം കുട്ടികൾ ഒരു ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് 35ലേക്ക് ചുരുക്കുമ്പോൾ വീണ്ടും ക്ലാസ്സുകളുടെ എണ്ണം കൂട്ടേണ്ടി വരും. ആ ക്ലാസ്സുകളുടെ എണ്ണം കൂട്ടുമ്പോൾ ആ ബിൽഡിങ്ങിൽ, സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ബിൽഡിങ്ങിൽ അത്രയും ക്ലാസ് റൂമുകൾ അവൈലബിൾ ആയിരിക്കണം. അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്നുള്ളത് ഈ ഒരു റിപ്പോർട്ട് എടുക്കുന്ന, അതായത് ഈ ഒരു അന്വേഷണ വിദഗ്ധ സമിതി എന്ത് ചെയ്യട്ടെ, അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ റിപ്പോർട്ട് സർക്കാരിനെ ഏൽപ്പിക്കട്ടെ. അപ്പോൾ സർക്കാർ എന്താ ചെയ്യാന്നറിയോ, ഈ പറഞ്ഞിരിക്കുന്ന പ്ലാനുകളിലെല്ലാം തന്നെ എന്ത് ചെയ്യും, ആ സ്കൂളിനനുസരിച്ചുള്ള വില്ലേജ് ഓഫീസർമാർക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതിക്കോ കൈമാറും. വിദഗ്ധ സമിതി അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ ഒരു അന്തിമ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നു. സർക്കാർ അതിലൂടെ ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഈ വർഷം നടപ്പാക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയാനുള്ളത്. കാര്യം നിലവിൽ മഴക്കെടുതികൾ കൊണ്ടും മറ്റ് തരത്തിലുള്ള പല അവധികളും സ്കൂളുകളിലും കോളേജുകളിലും ലഭിച്ചിട്ടുണ്ട്.
ഒരുപാട് പ്രവൃത്തി ദിവസങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്തേക്കൊന്നും ഈ ഒരു പ്രവൃത്തി നടപ്പാക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ സർക്കാർ എന്ത് പറയുന്നു എന്നുള്ളത് കാത്തിരിക്കുകയാണ് കേരളത്തിൻ്റെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിവസമാക്കരുതെന്നുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നു കഴിഞ്ഞു. 2, നമ്മുടെ സ്കൂളുകളിൽ സമയം രാവിലെ 8 മണി മുതൽ 1 മണി വരെ ആക്കണം. അപ്പോൾ 8 മണി എന്ന് പറയുമ്പോൾ ആ സ്കൂളുകളിലേക്ക് എത്തിപ്പെടാൻ കുട്ടികൾക്ക് ബസ്സിൻ്റെ സൗകര്യമുണ്ടോ ഒക്കെ ചെക്ക് ചെയ്യണ്ടേ, എല്ലാം ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നട്ടുച്ച സമയമൊക്കെ ആണെങ്കിലോ, അതായത് ചൂട് കാലത്തിൽ ഈ 1 മണി എന്ന് പറയുന്ന സമയം എന്ത് സംഭവിക്കും അറിയില്ല. അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ്, പരിഹാരം ലഭിച്ചെങ്കിൽ മാത്രമേ ഇതിലെ പല സംഗതികളും നടപ്പാക്കൂ എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ, കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ. അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, എല്ലാം വാർത്തകൾ മാത്രമാണ്, അന്തിമമല്ല. ഒന്നും അന്തിമമല്ല. ഫൈനലായിട്ട് വരും. ഫൈനൽ കൺഫർമേഷൻ സർക്കാരിൻ്റെ ഉത്തരവായിട്ട് വരണം, സർക്കാരിൻ്റെ സർക്കുലർ വരണം. ഇനി ശനിയാഴ്ചകളിൽ ക്ലാസ്സുകളില്ല, പകരം ഇത് ചെയ്യും എന്നൊക്കെ. ശനിയാഴ്ചയിലെ ക്ലാസ് കൊടുക്കേണ്ടതെന്ന് പറയുള്ളൂ, ഞായറാഴ്ച വെക്കാലോ. അതുകൊണ്ട് സർക്കാർ എന്താ തീരുമാനിക്കും. അപ്പം ഞായറാഴ്ച കുറേയൊക്കെ വെക്കുന്നു, വീണ്ടും കോടതിയിലേക്ക് ചെല്ലുന്നു, കോടതി പറഞ്ഞ് ഞായറാഴ്ച വെക്കാനേ പറ്റില്ല, അതുവരെ ക്ലാസ് എടുക്കാലോ. ഞാൻ പറയാ, സർക്കാർ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സർക്കാർ ഓൾറെഡി സൺഡേ ഹോളിഡേ ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും SSLC പഠിക്കുന്ന ഒരു കുട്ടിയോ +1 പഠിക്കുന്ന കുട്ടിയോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും MS സൊല്യൂഷൻസിൻ്റെ കൂടെ ഓണപ്പരീക്ഷാ പേപ്പറിൽ കാണാൻ പോകുന്ന ചോദ്യങ്ങൾ നേരത്തെ പഠിക്കാം, ഉത്തരങ്ങളും നേരത്തെ പഠിക്കാം, MS-നോടൊപ്പം പഠിക്കാം, ഉഷാറായിട്ട് പഠിക്കാം, അടിപൊളിയായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കാം, നോട്ട്സിലൂടെ പഠിക്കാം, ട്രിക്സിലൂടെയും ടിപ്സിലൂടെയും പഠിക്കാം. +1 വിദ്യാർത്ഥിയാണെങ്കിൽ വെറും 1499 രൂപ മാത്രം, SSLC ആണെങ്കിൽ വെറും 999 രൂപ മാത്രം. ഇപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന ഈ 2 മൊബൈൽ നമ്പറിൽ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടോ കോൾ ചെയ്തിട്ടോ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. നോട്ട് ദ പോയിന്റ്, ലിമിറ്റഡ് സീറ്റ്സ് ഓൺലി. എത്രയാ സാറേ ലിമിറ്റഡ് സീറ്റ്സ്? വെറും 100 സീറ്റുകൾ മാത്രമേ ഉള്ളൂ ചെറുപ്പക്കാരാ. ഓക്കെ, സോ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് നേരിട്ട് എന്നെ കാണാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.